ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസിൽ സലാം യാ മഹദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് കണ്ടു. അപ്പോൾ ഇപ്പോൾ കാലികമായിട്ട് ഫലസ്തീൻ ഇഷ്യൂ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗൾഫ് ഏരിയയിലേക്ക് പൊതുവായി ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ പലർക്കും ഈ ഇമാം മഹദി വരുന്നുള്ള പ്രഭാഷണങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്താൽ വളരെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഏതായാലും ഈ വിഷയത്തിൽ സുന്നികളുടെയും ഷിയാക്കളുടെയും കാഴ്ചപ്പാട് എന്താണ്, ആഗോള മുസ്ലിമുകൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്, ഇതൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സാബി ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യം. പല രംഗങ്ങളിലും ഗൾഫ് യുദ്ധം നടക്കട്ടെ, അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെതിരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സദ്ദാം ഹുസൈനെ സുഫിയാനിയായി വിശേഷിപ്പിച്ചുകൊണ്ട് പല ഇസ്ലാമിക പ്രഭാഷണം നടത്താറുണ്ട്. അതുപോലെ ഈ മേഖലയിൽ മിഡിൽ ഈസ്റ്റുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതാ ഇമാം മഹദി വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു, വന്നു കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ പലരും പ്രചരിപ്പിക്കാറുണ്ട്. വിശേഷിച്ചിപ്പോൾ ഈ സലാം യാ മഹദി യഥാർത്ഥത്തിൽ ഷിയാക്കൾ വളരെ സുന്ദരമായി വിശ്വസിക്കുകയും അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെയും റൗള ഷരീഫിൽ നിന്ന് എണീപ്പിച്ചുകൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന വളരെ മോശമായ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കവിതകളും പാട്ടുകളുമൊക്കെയാണിത്. ഇത് എന്താണെന്ന് പോലും അറിയാതെ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ പേരിൽ അവിടുത്തെ ഗസയിൽ പിടഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കളോടുള്ള നമ്മുടെ ആ സങ്കടത്തിൻ്റെ ഭാഗമായി നമ്മളും അത് ഏറ്റുപിടിക്കുന്ന ഒരു സ്വഭാവം, ഇതെന്താണ് നെല്ലും പതിരും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സ്വഭാവം സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇമാം മഹദി വന്നോ എന്നാണ് നമ്മളെ ചോദ്യം. ഇമാം മഹദി എന്ന ഒരു മഹത്തായ പ്രതിഭാസം, അങ്ങനെ ഒരു വലിയ ഒരു പ്രതിഭ ഈ ലോകത്തേക്ക് കടന്നു വരുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം ലോകത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അഷ്റാത്തു സഅ അഥവാ അവസാനം അന്ത്യനാൾ സംഭവിക്കുന്നതിന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേജർ സയൻസുകളും അതുപോലെ തന്നെ മൈനർ സയൻസുകളും വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മൈനർ സയൻസിൽ തന്നെ മേജർ സയൻസുകൾ സംഭവിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇമാം മഹ്ദി എന്ന പേരിൽ. അദ്ദേഹത്തിൻ്റെ പേര് മഹ്ദി എന്നല്ല, മുഹമ്മദ് എന്നാണ്. അങ്ങനെ ഒരു ഇമാമ് ജനിക്കുമെന്നും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ട് ലോകം മുഴുവനും ഭരിക്കുമെന്നുമൊക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാം. സഹിയായ മുതവാത്തിറ 80ഓളം ഹദീസുകൾ ഒരേ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇബ്നു മാജയും അതുപോലെ അബൂദാവൂദും ഇങ്ങനെ തുടങ്ങി സിഹാഹുകളിൽ ഉദ്ധരിക്കപ്പെട്ട മുതവാത്തിറായ രീതിയിൽ തന്നെ വന്ന നിരവധി ഹദീസുകൾ ഈ രംഗത്ത് നമുക്ക് കാണാം. ഇമാം മഹ്ദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും, അടയാളം എന്താണ്? ഒരുപാട് ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം മഹ്ദി മിൻ ഉലുദി ഫാത്തിമ. ഇമാം മഹ്ദി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ പ്രവാചകരുടെ പാരമ്പര്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെയാണ് നിലനിർത്തുക എന്ന് ഹദീസുകളിൽ കാണാം. പെൺമക്കളെ സാധാരണഗതിയിൽ നസബ ചേരുന്നത് ആണിലേക്കാണ്. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖുസൂസിയത്തായി ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയിലൂടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര നിലനിർത്തുക. ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് തുടങ്ങിയ ആയത്തിൻ്റെ വ്യാഖ്യാനം നോക്കിയാൽ ഇക്കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒന്നാമത്തെ അടയാളം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ പെട്ടവരാണ് ഇമാം മഹ്ദി എന്ന് കാണാം. രണ്ടാമത്തെ അടയാളം അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ളയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് വീതിയുള്ള നെറ്റിത്തടം ഉണ്ടായിരിക്കും, ഭംഗിയുള്ള മൂക്കുകൾ ഉണ്ടായിരിക്കും, കൂർമതയുള്ള നല്ല പാകമായ രീതിയിൽ സൗന്ദര്യത്തിൻ്റെ നിറകുടം എന്ന രീതിയിൽ ജ്വലിപ്പിക്കുന്ന രൂപം, അറബികളുടെ സ്വഭാവവും അറബികളുടെ തൊലി നിറവുമായിരിക്കും അദ്ദേഹത്തിന് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലോകം മുഴുവനും അക്രമവും അന്ധകാരവും അങ്ങനെ നിബിഡമായ ഒരു ലോകത്ത് വന്നുകൊണ്ട് നീതിയുടെ ശാസ്ത്രം പഠിപ്പിക്കുകയും നൈതികതയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹ്ദി തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ
ഇമാം മഹദി വരാൻ നല്ല സാധ്യത ആളുകൾക്ക് തോന്നുന്നത്. പക്ഷേ അത് ഇത് മാത്രമല്ല ലക്ഷണങ്ങൾ, ഇത്തരം ഒരുപാട് ലക്ഷണങ്ങൾ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്നതൊക്കെ അത് തന്നെയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഒഴിവാക്കേണ്ടതുണ്ട്. അതേപോലെ അദ്ദേഹം വരുമ്പോ എന്തെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ ചാൻസ് ഉണ്ടോ? കാരണം ഇപ്പോഴത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസും അത് നമ്മൾ ഹദീസുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക ലോകത്ത് നിലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചല്ല മഹാനവറുകളുടെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പ്രാചീന രീതിയിലുള്ള യുദ്ധം പോലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദി ഇമാമിന്റെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അധുനാതന ലോകം സമ്പൂർണ്ണമായും പോസ്റ്റ് മോഡേൺ ഏജിലേക്കും അങ്ങനെ വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ പ്രാചീനതയിലേക്കുള്ളൊരു മടക്കത്തിനുള്ള സാധ്യത ഉണ്ട്. ലോകമഹായുദ്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ വെപ്പൺ പോലെ വല്ലതും സംഭവിച്ച് നിലവിലുള്ള മുഴുവൻ ഫെസിലിറ്റികളും അസ്തമിച്ച ഒരു കാലഘട്ടം വീണ്ടും മടങ്ങി വരാനുള്ള സാധ്യത നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യുദ്ധത്തെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുമ്പോൾ അത്തരം ചില സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള സ്നൈപ്പറും മറ്റു ഗണ്ണ് ഈ വെപ്പണ് അതുപോലെ തന്നെ നമ്മളെ റൈഫിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബോംബർ വിമാനങ്ങൾ, മിസൈലുകൾ, ഇതിനൊക്കെ പകരമായി പ്രാചീന വാളുകൊണ്ടും മറ്റുമൊക്കെ യുദ്ധം ചെയ്യുന്നതായി അതാണല്ലോ ഇപ്പോൾ ജൂതന്മാരുമായ യുദ്ധം നടക്കുമെന്നും അവസാനം ഖൽഫി യഹൂദിയുൻ, ഗർഖദ് മരമല്ലാത്ത എല്ലാ മരങ്ങളും എൻ്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വാളുകൊണ്ട് ചെന്ന് വെട്ടുന്നതായാണ് നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഫലസ്തീന് കഴിഞ്ഞ യാത്രയിൽ നമുക്ക് ഗൈഡൊക്കെ കാണിച്ചു തന്നിരുന്നല്ലോ, ബസ് നിർത്തിയിട്ട് ഗർഖദ് മരങ്ങളൊക്കെ, അത് മില്യൺ കണക്കിന് ടെല്ലവീവിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വിവിധ ഏരിയകളിൽ നമുക്ക് ഒരു ഫലസ്തീൻ്റെ മാപ്പൊക്കെ എടുത്തു നോക്കിയാൽ ഗർഖദ് കൃഷി ചെയ്യപ്പെടുന്ന ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. നമ്മൾ യുദ്ധത്തിന് കുറച്ച് മുമ്പ് വരെ ആ വഴിയിലൂടെ പോകുമ്പോൾ അതെ നമ്മൾ അന്ന് അതെ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അവിടുത്തെ കൃഷി അതേപോലെ ഗർഖദ് കൃഷി വേറെ ഒരു ഭാഗമായിട്ട് തന്നെ അവരുടെ ഇടയിൽ കാണാം. അപ്പോൾ അത്തരം യുദ്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രാചീന രീതിയിലുള്ള യുദ്ധമാണ്. അതെ. അപ്പോ ഈ സുന്നി വിശ്വാസവും ഷിയ വിശ്വാസവും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ഷിയ വിശ്വാസ പ്രകാരം ഇമാം മഹദി എങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാട്? യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ മഹദി വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സാബി തുടക്കത്തിൽ ചോദിച്ചല്ലോ, ഈ ഒരു ചോദ്യത്തിൻ്റെ പോലും ബേസിക്കായ റീസൺ ഷിയാക്കളുടെ വിശ്വാസത്തിൻ്റെ ചില ഇൻഫ്ലുവൻസ് നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇമാം മഹദി ഹിജ്റ 255 ഭൂജാതനായി ഹസനുൽ അസ്കറിൻ്റെ മകനായി ഇറാഖിലെ സാമിറ എന്ന് പറഞ്ഞ പ്രദേശത്ത് അദ്ദേഹം ജനിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഹിജ്റ 260 മുതൽ ഏകദേശം ഹിജ്റ 329 വരെ അദ്ദേഹം ആളുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം വീണ്ടും അപ്രത്യക്ഷനായി. ഇപ്പോഴും അദ്ദേഹം ഒളിച്ചിരുന്നു കൊണ്ടേയിരിക്കുകയാണ്, ലോകത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കണ്ട് ലോകം മുഴുവനും വീക്ഷിച്ച് ചില ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ ദർശിക്കാനുള്ള, ഇപ്പം നമ്മൾ ഖിദർ നബി എന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ ആകാശത്ത് ജീവിക്കുന്ന ചില പ്രവാചകന്മാരെ കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പങ്ങളുണ്ട്, നമുക്കറിയാം. വേറെ വീഡിയോ ചെയ്യാം, ഇപ്പം നമ്മളെ വിഷയം അതല്ലല്ലോ. അപ്പം അത്തരം ഒരു സങ്കല്പം പോലെ ഈ ഒരു വ്യക്തിത്വം ജീവിക്കുന്നു. ചില നല്ല നല്ല ആളുകൾ അദ്ദേഹത്തെ കാണാൻ സാധ്യത. ഇതിൻ്റെ പേരിൽ ചില ആത്മീയ ചൂഷണങ്ങൾ വരെ ഷിഈ വിശ്വാസികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹദി ഇമാമിന് വേണ്ടി പിരിവ് നടത്തുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർമി ഫോഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അപ്പൊ ഷിഈ വിശ്വാസികൾ ഒരു ആത്മീയ ചൂഷണത്തിന് വേണ്ടി പോലും ഈ മഹദി എന്ന ഒരു സങ്കല്പം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലല്ല, നമുക്കറിയാം പലരും പല രീതിയിൽ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരാം. അതിന്റെ മുമ്പ് ഇപ്പോൾ ഈ ചൂഷണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ദമ്മാം, നമ്മൾ മുമ്പൊക്കെ നമ്മൾ വീഡിയോ ചെയ്തല്ലോ, ദമ്മാമിലെ ഷർഖിയയിൽ അവിടെ കഅബത്തുൽ ഖറാമിത്ത എന്ന് പറഞ്ഞ ഖറാമിത്തകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരൊരു കഅബ ഉണ്ടാക്കിയിരുന്നു. പരിശുദ്ധമായ കഅബ ഷരീഫിന് പാര പണിതുകൊണ്ട് കഅബക്ക് പകരം തവാഫും അവിടെ ഒരു സംസം ഐനുൽ കഅബയും അതുപോലെ മഖാമു ഇബ്രാഹിമും ഒക്കെ ഹിജ്റ 300കളിൽ, അങ്ങനെ 317 പരിശുദ്ധമായ ഹജറുൽ അസ്വദ്
കട്ടുകൊണ്ടുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് കഅബ ഷരീഫിൽ നിന്ന് നേരെ ഇപ്പോൾ കഅബയിൽ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ അപ്പുറമുള്ള ഖതീഫിലെ അൽ ജിഷ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ കഅബ സ്ഥാപിക്കുകയും തവാഫിന് തുടക്കം കുറിക്കുകയും ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാം. ഈ ഐനുൽ കഅബക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഒരു കഅബ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധവും ഒരു അന്തർലീനമായ ചില സംഘടനകളും നടന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സഈദുൽ ജന്നാബി വന്നുകൊണ്ട് പിരിവ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്തിൻ്റെ 1/6 നിങ്ങൾ കൃത്യമായി ഇമാം മഹദിക്ക് സംഭാവന കൊടുക്കും. മഹദി ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം എന്നെ അയച്ചതാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്താണ് റിസാലത്തുൻ മിൻ മഹദി എന്ന രീതിയിൽ പല പല ചൂഷണങ്ങളും ഷീഈ വിശ്വാസപ്രകാരം നടന്നതായി നമുക്ക് കാണാം. അത് അങ്ങോട്ടാണ് നമ്മൾ വരുന്നത്. സാബി ഇപ്പോൾ ചോദിച്ചത് വളരെ പ്രസക്തമായോ. എന്നാൽ ഈ ഒരു ഷിയാക്കൾ, ഇപ്പോൾ കറാമിത്തകൾ എന്ന് പറഞ്ഞാൽ അവർ ഇസ്മായിലി ഷിയാക്കളാണ്. എന്നാൽ എല്ലാ ഷിയകളും ഈ വിശ്വാസക്കാരല്ല. ഷിയാക്കളിലെ പ്രബല കക്ഷികൾ ഇമാമിയത്ത് കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. ഇമാമിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൗഹീദ് എന്താണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണോ പ്രചരിപ്പിക്കുന്നത് അതേ രീതിയിൽ ഇമാമിയത്ത് കൊണ്ട് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ തൗഹീദ് സമ്പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, വസിയ്യു റസൂലുള്ളാഹിയെ കൊണ്ട് വിശ്വസിക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന്ന അലിയൻ വലിയുള്ളാഹ് എന്ന് പറയുന്ന നമ്മളറിയാലോ, അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വസിയാണ്. വസി എന്ന് പറഞ്ഞാൽ വസിയ മരണപത്രം, അതായത് എൻ്റെ ശേഷം അധികാരം ഇന്ന ആളിലേക്കാണ് പോവേണ്ടത് എന്ന് പറയപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മക്കൾ സജ്ജാദ് അഥവാ ഇമാം അലിയുൻ സൈനുൽ ആബിദീൻ തങ്ങൾ, ജാഫർ സാദിഖ്, മുഹമ്മദ് ബാഖിർ തുടങ്ങി, മൂസൽ കാളിം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇമാമിങ്ങൾ. അവരിൽപ്പെട്ട 12ാമത്തെ ഇമാമാണ് ഇമാം മഹദി എന്നാണ് ഇസ്നാ അശരിയ. ഇസ്നാ അഷർ എന്ന് പറഞ്ഞാൽ തന്നെ 12 എന്നർത്ഥം. 12ാമത്തെ ഇമാമാണ് ആര്? ഇമാം മഹദി എന്നാണ് വിശ്വസിക്കുന്നത്. അത് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങി പ്രവാചകർക്ക് ശേഷം അലി, അതിനുശേഷം ഹസൻ, ഹുസൈൻ, അങ്ങനെ വസീയത്തിലൂടെ വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാത്തിമ ബീവിയുടെ മക്കൾ, ഉൽദ് ഫാത്തിമ ബീവിയുടെ മക്കൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇമാമിയത്ത് ലഭിക്കുക. അത് രണ്ടും സെയിം ആണ്, സുന്നിയും ഷിയ ഒന്ന് തന്നെയാണ്. ഫാത്തിമ പരമ്പരയിലാണ് വരുന്നത്, മുഹമ്മദ് അതൊക്കെ ശരിയാണ്. പക്ഷെ ഇസ്നാശരികളിൽപ്പെട്ട ഇവരുടെ വിശ്വാസം ഇപ്പോൾ അദ്ദേഹം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇറാഖിലെ സാമിറ എന്ന പ്രദേശം അഥവാ ബാഗ്ദാദിൽ നിന്ന് 125 കിലോമീറ്റർ അകലെ, കാളിമയിൽ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ആ സാമിറ എന്ന് പറഞ്ഞ പ്രദേശം. സാമിറ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇബ്നു ബത്തൂത്ത, ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത വളരെ സുപ്രസിദ്ധമായ ഒരു കമാൻഡ് പറയുന്നുണ്ട്. അതിൻ്റെ വജ്ഹു തസ്മിയത്ത് അഥവാ സ്ഥലനാമ കഥ, എങ്ങനെയാണ് സാമിറ എന്ന് പേര് വെച്ചത് എന്ന അദ്ദേഹത്തിൻ്റെ നല്ലൊരു ദർശനമുണ്ട്. അത് പറയുന്നുണ്ട്, സർറമൻ റആ, സാമിറ എന്ന പേര് എങ്ങനെയാണ് വന്നത്? ഇദാ സർറമൻ റആ, ആരെങ്കിലും ആ സ്ഥലം കണ്ടാൽ അവന് സന്തോഷം ലഭിക്കും. ആ ഒരു അർത്ഥത്തിൽ നിന്നാണ് ആ സ്ഥലനാമ കഥ അല്ലെങ്കിൽ ആ ഒരു പേര് വെക്കപ്പെട്ടത് എന്ന് നമുക്ക് ഇബ്നു ബത്തൂത്തയുടെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ രഹ്ലയിലൊക്കെ അത്തരം ചില പരാമർശങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സാമിറായിൽ ഹിജ്റ 255 ജനിച്ചു. അദ്ദേഹം ഇപ്പോഴും ലോക സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഹസനുൽ അസ്കർ എന്ന അവരുടെ ഇമാം, അവരുടെ മകനായാണ് ഇദ്ദേഹം ജനിച്ചത് എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിനുൽ ഹസൻ അൽ അസ്കരി എന്നാണ് അസ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. നെർജസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. പേര് എന്നും അവർ വിശ്വസിക്കുന്നു. അല്ലല്ല, അത് നമ്മുടെ കാഴ്ചപ്പാട്. സുന്നി വിശ്വാസപ്രകാരം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ളയാണെന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ആണെന്നും അഹ്ലു സുന്ന വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിനുൽ ഹസൻ ആണെന്ന് ആര് വിശ്വസിക്കുന്നു? ഷിയാക്കൾ വിശ്വസിക്കുന്നു. മാതാവിൻ്റെ പേര് നെർജസ് ആണ് എന്ന് അവർ വ്യക്തമായി പറയുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയ ചൂഷണങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് ഈ നെർജസിൻ്റെ പുത്രനെ ഉപയോഗപ്പെടുത്തിയാണ്. അദ്ദേഹം ഗൈബയിലാണ്, അഥവാ
ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ മറഞ്ഞു നിൽക്കുകയാണ്. എന്നാലോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഔലിയാക്കൾ എന്നൊക്കെ പറയുന്ന ഈ മഹാന്മാർ മഹദിയെ കണ്ടു. അവരുടെ ഇപ്പൊ നമ്മൾ വലിയ അല്ലെങ്കിൽ കറാമത്തിന്റെ ഉടമ എന്നൊക്കെ പറയുന്ന ഒരു സുന്നി കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പൊ അവരിൽപ്പെട്ട പലരും ഇപ്പോൾ ഖിദർ നബിയെ കണ്ട് എന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്ത് പണം തട്ടുന്ന ആത്മീയ ചൂഷകർ ധാരാളമാണ്. എന്ന പോലെ ഒരു കേരളത്തിൽ തന്നെ ഒരു കൊല്ലം ആ ഭാഗത്ത് എവിടെയോ ഉള്ള ഒരു വ്യക്തിത്വം അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചതായി ഓർക്കുന്നു. എന്ന പോലെ ഇത്തരം ചില വിശ്വാസങ്ങൾ ഇവരെപ്പോഴും പറയും ഞങ്ങൾ മഹദിയെ കണ്ടു. അവരിപ്പോൾ ഖിദർ നബി ജീവിക്കുന്ന പോലുള്ള ഒരു ആത്മീയ ജീവിതമാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഇനി അന്ത്യനാൾ അടുക്കുമ്പോൾ അദ്ദേഹം വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായാണ് യഥാർത്ഥത്തിൽ സലാം യാ മഹദി പോലുള്ള താങ്കളുടെ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ കവിതകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സലാം യാ മഹദി അഥവാ അത് പാടുമ്പോൾ അതൊക്കെ പാട്ടായി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ പറയണം നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ സയ്യിദന അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ക്രൂശിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്വരൂപമായിട്ടാണ്, ഒരു രൂപമായിട്ടാണ് ആരവതരിപ്പിക്കുന്നത്? ഇമാം മഹദി തങ്ങളെ ഷിയാക്കൾ അവതരിപ്പിക്കുന്നത് എന്ന ഒരു വിശ്വാസം നമുക്ക് വേണം. അപ്പോൾ ഏതായാലും ഉസ്താദ് ഇതുവരെ പറഞ്ഞത് ഷിയാക്കളിലെ ഇസ്നാ അശരി വിഭാഗത്തിന്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഷിയാക്കളിൽ മറ്റൊരുപാട് ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ മറ്റു വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്നാ അശരീകളുടെ കാഴ്ചപ്പാടാണ് ഇമാമിയത്തിന് മുന്നോട്ട് വെക്കുന്ന അവരൊക്കെ ഏകദേശം ഇമാമിയത്തിന് മുന്നിൽ വെക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ആര്? ഇസ്മായിലികൾ, ഇസ്മായിലി ഷിയാക്കൾ. അദ്ദേഹം ഇസ്മായിലി ഷിയ എന്ന് പറഞ്ഞാൽ ജഅഫറുസ് സാദിഖ്, ഇസ്മായിലുബ്നു ജഅഫറുസ് സാദിഖ് റളിയല്ലാഹു അൻഹു. ജഅഫറുസ് സാദിഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമാണ്. അവരെ ഷിയാക്കളൊരു ഇമാമാക്കിയിട്ട് ഉയർത്തിയെന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ, ഇമാം ഇസ്മായിൽ തങ്ങൾ, അവരുടെ മകനെ ആയാണ് ഇസ്മായിലികൾ ആരെ കാണുന്നത്? മഹദി ഇമാമിൻ്റെ. അവരുടെ 6ാമത്തെ ഇമാമാണ് ജഅഫറുസ് സാദിഖ്. ജഅഫറുസ് സാദിഖിൻ്റെ മകനാണ് ഇസ്മായിൽ. അത് 7ാമത്തെ ഇമാമാണ്. ആ 7ാമത്തെ ഇമാമിൻ്റെ മകനായാണ് ആര് ചിത്രീകരിക്കുന്നത്? വരേണ്ട ഇമാം മഹദി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇസ്മായിലികൾ വിശ്വസിക്കുന്നു. ഇവിടെ തന്നെ ഇസ്നാശരികളുടെ കാഴ്ചപ്പാടും, ഇസ്നാശരികൾ ഹസനുൽ അസ്കർ അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് ആരെ ചിത്രീകരിക്കുന്നത്? ഇമാം മഹദിയെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇസ്മായിലികളോ ജഅഫറുസ് സാദിഖിൻ്റെ മകൻ ഇസ്മായിലിൻ്റെ മകനുണ്ട്. അദ്ദേഹം ചെറുപ്പകാലത്ത് തന്നെ കാണാതായി. അദ്ദേഹം വരാനിരിക്കുന്ന വാക്തത്വ മഹദിയാണെന്ന് അവരിൽ പലരും വിശ്വസിക്കുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ഇബാദിയാക്കൾ ഈ ഒരു കാഴ്ചപ്പാടിനെ തന്നെ നിഷേധിക്കുന്നു. യഥാർത്ഥത്തിൽ ഇബാദിയാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഷിയാക്കളിൽപ്പെട്ടവരാണോ അല്ലെ അതൊരു തർക്കമാണ്. ഷിയാക്കൾപ്പെട്ടവരല്ല എന്നാണ്. ഖവാരിജകളുമായി ഏറ്റവും ഖവാരിജാക്കൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒമാനുണ്ടല്ലോ, ഒമാൻ നമ്മുടെ മസ്കത്ത് സലാലൊക്കെ അടങ്ങുന്ന ഈ ഒമാനിൻ്റെ ഏകദേശം 60% മുസ്ലിങ്ങളും ഇബാദിയാക്കളാണ്. അതുപോലെ തന്നെ ലിബിയയുടെ ഭാഗത്തുള്ള മുസ്ലിങ്ങളും ആരാണ്? ഈ ഇബാദിയാക്കളാണ്. അപ്പോൾ ഇബാദിയാക്കളുടെ കാഴ്ചപ്പാട് ടോട്ടൽ ഡിഫറൻ്റ് ആണ്. അത് സംബന്ധമായി നമുക്ക് പിന്നീട് ഖവാരിജാക്കൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സുന്നികൾ പറയുന്ന പോലെയുമല്ല, ഷിയാക്കളുടെ അത്ര ഒലുവിലേക്ക് ആ ഒരു ഇതിലേക്കും എത്തൂല, നമ്മൾ പറയുന്ന കാഴ്ചപ്പാടുമല്ല. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇബാദിയാക്കളെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ചുരുക്കി പറഞ്ഞാൽ അവർ ഈ മഹദി എന്ന ഒരു കാഴ്ചപ്പാടിനെ തന്നെ നിഷേധിക്കുന്നു. അതായത് മഹദി എന്ന ഇമാമേ ഇല്ല. അങ്ങനെ അതൊക്കെ വെറുതെ യഹൂദികളിൽ നിന്ന് ഇറാഖിലേക്കും ഇറാനിലേക്കും ഒക്കെ ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾ എത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നുമൊക്കെ കട്ടെടുത്ത വചനമാണെന്നും പ്രവാചകരിലേക്ക് ചേർത്തുകൊണ്ട് പലരും ഉണ്ടാക്കി പറഞ്ഞതാണെന്നും ഇബാദിയാക്കൾ വിശ്വസിക്കുന്നു. അതായത് അവരുടെ വിശ്വാസപ്രകാരവും യേശു എന്ന മശീഹ വരാനുണ്ട്, ഈസാ വരാനുണ്ട്, ആന്റി ക്രിസ്തു വരാനുണ്ട്. അങ്ങനെയൊക്കെ ഇബാദിയാക്കൾ അങ്ങനത്തെ പല ഭാവിയിൽ നടക്കുന്ന പ്രവചനങ്ങളെയും പറ്റേ നിഷേധിക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഇസ്ലാം അതിൽ നിന്ന് കട്ടെടുത്തു. അല്ല, അവർ പറയുന്ന പോലെയല്ല. അത് വ്യത്യസ്തമായിട്ട് ഇത് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെട്ട ഇസ്രായേലിയാത്തുകൾ എന്ന് പറയും. പല കഥകളും ഇസ്ലാമിലേക്ക് ഓറിയന്റലിസ്റ്റുകളെ പോലെ ഓറിയന്റലിസ്റ്റ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. അവർക്ക് ഇങ്ങനെ ശ്രമം ഉണ്ടായിരുന്നു. ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരുടെ ചില ആസൂത്രിത ശ്രമങ്ങളിലൂടെ മുസ്തശ്രിഖൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗമാണ്. അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിഭാഗം ആളുകൾ അവർ സ്വാഭാവികമായിട്ടും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ വിശ്വാസമായിട്ടാണ് ഇബാദിയാക്കൾ പറയുന്നത്. എന്നാൽ സെയ്ദിയാക്കൾ എന്ന് പറയുമ്പോൾ എവിടെയുള്ള നമ്മളെ യമനിലുള്ള ചില ഷീകൾ, ഇപ്പോൾ നടക്കുന്ന ഹൂത്തി സമരവും അവരാണ് സെയ്ദിയാക്കൾ. അപ്പോൾ ആ സെയ്ദിയാക്കളുടെ വിശ്വാസവും ഇതിൽ നിന്ന് സമ്പൂർണ്ണമായും ഡിഫറൻ്റ് ആയ രീതിയിൽ അവർ മഹദി എന്ന ഒരു സങ്കല്പത്തെ
വിഭാഗത്തെ നന്നായി നിഷേധിക്കുന്നതായി കാണാം. എന്നാൽ അവർ മദീനക്ക് തൊട്ടടുത്ത് ഒരു അൽ റസ് എന്ന് പറഞ്ഞ ഒരു പർവ്വതം, മദീനയിലെ നിന്നും 60 കിലോമീറ്റർ അകലെ ഒരു പർവ്വതമുണ്ട് റസ് എന്ന് പറഞ്ഞ, ആ റസ് പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ജനിച്ച ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു സങ്കല്പമാണ് സെയ്ദിയാക്കൾ. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അഹമ്മദിയാക്കളോ, അഹമ്മദി മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഖാദിയാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വന്ന ഈ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അദ്ദേഹമാണ് മഹ്ദി എന്ന് വിശ്വസിക്കുന്നു. 1835ൻ്റെയും 1908ൻ്റെയും ഇടക്ക് ഇവിടെ വന്ന അദ്ദേഹമാണ് യഥാർത്ഥ മഹ്ദി എന്ന്, മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ് യഥാർത്ഥ മഹ്ദി എന്ന് അവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ മുസ്ലിം ലോകത്ത് നിലവിലുള്ള മുബ്തദികളാകട്ടെ കാഫിറുകളാവട്ടെ, വിശ്വാസത്തിലുള്ളവരാവട്ടെ അവിശ്വാസികൾ എന്ന് ഗണിക്കപ്പെടുന്നവരാവട്ടെ, എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടും വ്യത്യസ്ത രീതിയുമാണ് ഈ വിഷയത്തിലുള്ളത്. എന്നാൽ അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാട് വളരെ പെർഫെക്റ്റ് ആണ്. ഈ അഹ്ലുസുന്ന എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തും മുജാഹിദ്, സലഫി, തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി എല്ലാ ആളുകളും ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് സുന്നി. അത് നമുക്കൊന്ന് വിശദമായി പറയാം. എന്താ ഈ സുന്നി എന്ന് പറയുമ്പോഴേക്ക് ഉസ്താദ് ഇതെന്തിനാ അങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന, സലഫികളാവട്ടെ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, ഇവരൊക്കെ സുന്നി എന്ന ഒരു ഗണത്തിൽ, ലോക മുസ്ലിങ്ങളുടെ ഡിവിഷൻ വരുമ്പോൾ സുന്നി ഷിയ എന്ന ഡിവിഷനുകളാണ് ആദ്യം വരുന്നത്. അപ്പൊ അതിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇപ്പൊ ഇസ്നാശരിയകൾ, സെയ്ദിയാക്കൾ, ഇബാദിയാക്കൾ തുടങ്ങി ഒരു വിഭാഗം. എന്നാൽ സുന്നി എന്ന കാഴ്ചപ്പാട് നമ്മളിപ്പോൾ പറഞ്ഞ സലഫികളാവട്ടെ, വഹാബി കാഴ്ചപ്പാടുള്ളവരാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി കാഴ്ച, അല്ലെങ്കിൽ ഹദീസ് ആവട്ടെ, അല്ലെങ്കിൽ ഷാഫികളാവട്ടെ, ഹനഫികളാവട്ടെ, മാതുരീദികളാവട്ടെ, അഷ്അരികളാവട്ടെ, ഇങ്ങനെ തുടങ്ങുന്ന വ്യത്യസ്ത ഇമാമിയങ്ങളെ പിന്തുടരുന്ന ഫോളോവേഴ്സായ സുന്നി കാഴ്ചപ്പാടിൽ ഇതിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി ഏകദേശം എല്ലാവരും ഒരുപോലെ ഈ വിഷയത്തിൽ വിശ്വസിക്കുന്നു. ചില ആളുകളൊക്കെ അതിങ്ങനെ പ്രസംഗിച്ചിട്ട് ഇതാണ് മഹ്ദി എന്നൊക്കെ പറഞ്ഞു തീർത്തി എന്നല്ലാതെ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാട് തന്നെയാണ്. അന്ത്യനാളടുക്കുമ്പോൾ വരുന്ന ഒരു പ്രതിഭാസമാണ്. അതിലപ്പുറം അദ്ദേഹം മദീനയിലാണ് ജനിക്കുക. മദീനയിൽ നിന്ന് ജനിച്ച് അദ്ദേഹം ഡമസ്കസിലേക്ക് പോകും. അങ്ങനെ മക്കയിലെ മഖാം ഇബ്രാഹിമിൻ്റെ അടുക്കൽ വെച്ച് ഞാൻ മഹ്ദിയാണെന്ന് പ്രഖ്യാപിക്കും. ആളുകൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. അങ്ങനെ ഇതിനെ അടയാളം പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കറുത്ത പതാകകളുമായി വരുന്ന, അല്ലെങ്കിൽ കറുത്ത തലപ്പാവും അണിഞ്ഞുകൊണ്ട് ഖുറാസാനിൻ്റെ ഭാഗത്ത് നിന്ന് ആളുകൾ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ ഇമാം മഹ്ദിയെ പ്രതീക്ഷിക്കുക എന്ന് ഹദീസുകളിൽ കാണാം. അഫ്ഗാനിസ്ഥാന്റെ ഭാഗം അല്ലെങ്കിൽ തുർക്കിയുടെ ഈ ഭാഗങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പം ചുരുക്കി പറഞ്ഞ ആ ഭാഗത്തു നിന്നാണ് എന്ന കാഴ്ചപ്പാട് നമുക്ക് കാണാം. അങ്ങനെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്ന ശേഷം എന്തൊക്കെ ചെയ്യുമെന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, അത് പറയുന്നുണ്ട്. മാത്രമല്ല ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു സാധാരണ അബ്ദുള്ള എന്ന ഒരു പിതാവിൻ്റെ മകനായി മദീനയിൽ ജനിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ചിലപ്പോൾ തെറ്റുകളൊക്കെ ചെയ്യും, സാധാ മനുഷ്യൻ നമ്മളൊക്കെ ചെയ്യുന്ന പോലുള്ള, അദ്ദേഹത്തിന് പോലും അറിയില്ല മഹ്ദിയാണെന്ന് അദ്ദേഹത്തിന് പോലും അപ്പം അറിയില്ല എന്നാണ്. അങ്ങനെ ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തെ ഖലീഫയാകാനുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകും. ഖലീഫയാക്കി തീർക്കാനുള്ള വഴിയിൽ അദ്ദേഹത്തെ മാറ്റുമെന്ന് കാണാം. മഹ്ദി എന്നത് അദ്ദേഹത്തിൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു മുഹമ്മദ്. അത് ഇസ്മുൻ അലൽ മുസമ്മയായിട്ടാണ്, അഥവാ പേരിൻ്റെ കൊണ്ട് ലക്ഷീകരിക്കുന്നത് ഹിദായത്താണ്. മഹ്ദി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ജൗറും ഉൽമും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ നീതി നിറക്കുവാനും ധാർമ്മിക ലോകത്തിൻ്റെ വിപ്ലവകാരിയായി ഒരു ധാർമ്മിക ധർമ്മസമരത്തിൻ്റെ നായകനായി വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് മഹ്ദി എന്ന് ദൗത്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന ദൗത്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശേഷിപ്പിച്ചത്. എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് മഹ്ദി ആവണമെന്നില്ല. മഹ്ദി അല്ല, മുഹമ്മദാണ് പേര് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. എല്ലാം സെയിമായ രീതിയിലാണെന്ന് പറയുന്നത്. ഏതായാലും പിതാവിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങളും സൂചനകളും നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗപ്രവേശം ചെയ്താൽ അദ്ദേഹം ഖുറാസാൻ, നമ്മുടെ ഖുസ്തൻതീനിയയുമായി യുദ്ധം ചെയ്യുമെന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 4 ജസീറത്തുൽ അറബിൻ്റെ
ഫലസ്തീനിലെ യുദ്ധം ചെയ്യുകയും വളരെ പെട്ടെന്ന് ജസീറത്തുൽ അറബ് മൊത്തമായി കീഴടക്കുന്നു. അതേപോലെ ഡമസ്കസ്, ദിമിഷ്ക് എന്ന പട്ടണത്തെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ചില പ്രവചനങ്ങളിൽ കാണാം ഖുസ്താത്തുൽ മുസ്ലിമീന ദിമിഷ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഡമസ്കസ് എന്ന് പറഞ്ഞൊരു പട്ടണം ഇല്ല. പക്ഷെ ആ കാലത്ത് പ്രവാചകൻ പല പ്രവചനങ്ങളും നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. അതൊക്കെ പ്രോഫസികളാണ്. അപ്പൊ അതിൽ പലതും ആ കാലത്ത് നബിയുടെ തുടക്കത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ തുടക്കത്തിൽ നടത്തിയ പ്രവചനങ്ങൾ അന്ത്യകാലമാകുമ്പോഴേക്ക് തെളിഞ്ഞതായി നമുക്ക് കാണാം. ചിലതൊക്കെ ഇപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകും, രക്തസാക്ഷിയാകുമെന്ന് ഉഹദ് മലയുടെ മുകളിൽ വെച്ച് ആര് പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഓ ഷഹീദാൻ നബിയുൻ വ സിദ്ദീഖുൻ വ ഷഹീദാൻ എന്ന് ഉഹദ് മലയുടെ മുകളിൽ പറഞ്ഞതായി നമുക്കറിയാലോ. അപ്പൊ ഇവര് പിന്നീട് കൊല്ലപ്പെട്ടതായി പ്രവാചകർ എങ്ങനെയാണോ പ്രവചിച്ചത് അതുപോലെ പറഞ്ഞതുകൊണ്ട് ഷഹീദായ. അപ്പൊ ഇത് പ്രവാചകരുടെ ഓരോ പ്രവചനങ്ങളും പകൽ വെളിച്ചം പോലെ പുലർന്നതായി നമുക്ക് കാണാം. അപ്പൊ നുബുവത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കും. അപ്പൊ തീർച്ചയായും അള്ളാഹുവിന്റെ വഹയിന്റെ വെളിച്ചത്തിൽ മാത്രമുള്ള സംസാരമാണ്. അപ്പൊ ആ സംസാരത്തിൽ എന്തൊക്കെ പറഞ്ഞൊക്കെ നടക്കും, നമുക്ക് ഉറപ്പാണ്. അപ്പൊ സുന്നി കാഴ്ചപ്പാട് പ്രകാരം ഇവർ വരും, അങ്ങനെ വന്നിട്ട് ലോകം അടക്കി ഭരിക്കും. വേറെ ഹദീസ് കാണാം, ലോകം അടക്കി ഭരിച്ചവർ 4 പേരാണ്. അവരിൽ 2 പേര് മുസ്ലിങ്ങളും 2 പേർ അമുസ്ലിങ്ങളുമാണ്. 2 പേര് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമും മറ്റൊന്ന് ദുൽഖർനൈൻ രാജാവും. എന്നാലോ ലോകം അടക്കി ഭരിച്ച കാഫിറുകൾ ഒന്ന് ബുഖ്തുനസർ, ബൊക്കറ്റ് നസർ. നമ്മുടെ പാലസ്തീൻ്റെ വീഥികളിലൂടെ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോഴൊക്കെ ബുഖ്തുനസറിൻ്റെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം കിട്ടിയ ഹൈക്കലിനെ കുറിച്ചും പിന്നീട് ബുഖ്തുനസർ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ലോകം അടക്കി മറ്റൊന്ന് നമ്രൂദ്, 4ാമത്തെ ഭരണാധികാരി നമ്രൂദ്. 5ാമതായ ഒരു ഭരണാധികാരി വരും, അത് ഇമാം മഹ്ദിയാണ്. അദ്ദേഹം ലോകം മുഴുവനും നീതിയും അതുപോലെ തന്നെ നന്മയും നടപ്പാക്കുമെന്ന് മഹാനവറുകളെ കുറിച്ച് പറഞ്ഞതായി കാണും. അദ്ദേഹം 7-8 വർഷമാണ് അദ്ദേഹത്തിന്റെ ഭരണം നിലനിൽക്കുക. അതിനുശേഷമാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവും. അതുപോലെ മേജർ നമ്മൾ സയൻസായ ദാബത്തുൽ അർളാവട്ടെ ജൂജാവട്ടെ ഇങ്ങനെ തുടങ്ങിയ പ്രവാചകർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയ മുഴുവൻ കാര്യങ്ങളും ഇതിനൊക്കെ ശേഷമാണ് സംഭവിക്കുക എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ കാണുന്നത് മുഴുവനും മഹദിയാക്കുന്ന സ്വഭാവമുണ്ടല്ലോ. ഇപ്പോൾ ഫലസ്തീൻ, ഇതൊക്കെ മുസ്ലിങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹസിബത്തും അന്തദ്ഖുലുൽ ജന്നത, നമ്മൾ സ്വർഗത്തിലേക്ക് സ്വന്തമായി ഒന്നും ചെയ്യാതെ ഒരു സഹനവും സഹിക്കാതെ ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ കടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ പരീക്ഷിക്കുമ്പോഴേക്ക് ഇമാം മഹ്ദി വരുന്നത് രക്ഷപ്പെടുത്തി സലാമ്യ മഹ്ദി എന്ന് തുടങ്ങുന്ന സങ്കല്പം, അതൊക്കെ അവിശ്വാസികളായ ചില ആളുകളാൽ കടത്തിക്കൂട്ടപ്പെട്ട വിശ്വാസത്തിൻ്റെ ഭാഗമായി ചില ആളുകൾക്കിടയിലുള്ള മാർഗഭ്രംശത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ചില അന്ധവിശ്വാസങ്ങൾ. ഏതായാലും അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ദുൽഖർനൈൻ എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആണെന്ന് പറയപ്പെടുന്നു. അതെ. ലോകം അടക്കി ബുഖ്തുനസറും മറ്റൊന്ന് നമ്രൂദ്, 4ാമത്തെ ഭരണാധികാരി നമ്രൂദ്. 2 മുസ്ലിങ്ങൾ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ദുൽഖർനൈൻ. മറ്റൊന്ന് 2 കാഫിറുകൾ, അതൊന്ന് ബുഖ്തുനസർ, മറ്റൊന്ന് നമ്രൂദ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നമ്രൂദ് രാജാവ്, ബാബിലോൺ കേന്ദ്രീകരിച്ചുകൊണ്ട്. നമ്രൂദിന്റെ കൊട്ടാരമൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മൾ ഇറാഖിലേക്ക് പോകുമ്പോൾ, ഇറാഖിൽ നിന്ന് നമ്മൾ കെർബലയിലേക്ക്, ബാഗ്ദാദിൽ നിന്ന് കെർബലയിലേക്ക് പോകുമ്പോൾ ബാബിൽ പട്ടണമുണ്ട്. ആ ബാബിൽ പട്ടണത്തിന്റെ തൊട്ടടുത്ത് തന്നെ അൽ ഹിന്ദ് എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്, മദീനത്തുൽ ഹിന്ദ്. ആ ഹിന്ദ് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മളെ ഹുസൈനി ബ്രാഹ്മണരുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഹിന്ദ് പട്ടണത്തിന്റെ തൊട്ടടുത്ത് ബാബിൽ എന്ന് പറഞ്ഞൊരു സിറ്റി കാണാം. ആ ബാബിലിൻ്റെ അടുത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ ഭാഗമുണ്ട്. നമ്രൂദിന്റെ കൊട്ടാരം ഇപ്പോഴും കാണാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജനിച്ച സ്ഥലം ഇപ്പോഴും അവിടെ പ്രത്യേകമായ മക്കാമ് വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിട്ട്, ഇബ്രാഹിം നബി എന്ന് പറയും ഊർകോട്ട, ആ ഊർ സുമേറിയ എന്ന് പറഞ്ഞ എവിടെയാണ്? സുമേറിയ എന്ന് പറഞ്ഞാൽ ഇറാഖ് അല്ല, ഇറാഖാണ് സുമേറിയ. അതെ, സുമേറിയ എന്ന് പറയുക അവിടെയാണ് ഊർ പട്ടണം. ആ പട്ടണം അവിടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മയ്യത്തുള്ളത് നമുക്കറിയാം ഹെബ്രോൺ. നിങ്ങൾ ചെയ്തല്ലോ, നമ്മളെ പാലസ്തീനിൽ നമ്മൾ ഒന്നിച്ച് ഹെബ്രോൺ സിറ്റിയിൽ. അതേസ്ഥാനത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രവർത്തന മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മക്ക. മക്കയിൽ മക്കാമ് ഇബ്രാഹിം ഉണ്ട്. അതുപോലെ അവിടെയും ഒരു മക്കാമ് ഇബ്രാഹിമിന്റെ ഭാഗമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞ ജീവിതം
ജീവിതത്തിൽ അത് വളരെ വേറെ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ ജൂതമതക്കാരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളും സൗരാഷ്ട്ര മതക്കാരടക്കം ഒരേപോലെ എല്ലാവരും ഒരേപോലെ പിതാവാണ്. സൗരാഷ്ട്രക്കാരെന്ന് പറയുന്നത് സാബിഈങ്ങളടക്കം എല്ലാവരും ഒരേ കാഴ്ചപ്പാട് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ജൂതന്മാർ തന്നെ ഈ ഇസ്രായേല് അവർക്ക് എബ്രഹാം കൊടുത്ത സ്ഥലമാണ്, വിലക്ക് വാങ്ങിയ സ്ഥലമാണ് പറയുന്നത്. ആ ഒരു ഹാറിന്റെ ഭാഗം, ഹാർ ഇബ്രാഹിം എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞതിൽ തന്നെ ഖിയാമത്ത് നാളിന്റെ ചെറു അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഇപ്പൊ നമ്മള് ഇമാം മഹദി വലിയ അടയാളങ്ങളിലേക്കുള്ള ഒരു പ്രവേശനമാണ്, തുടക്കമാണ്. രണ്ടിന്റെ ഇടയിൽ വരുന്നതാണ്. അതെ, അത് കഴിഞ്ഞാലാണ് ദാബത്തുൽ അർളും മേജൂജും മൗജൂജും ദജ്ജാലും ഈസാ നബിയും, അങ്ങനെ ഒരുപാടുണ്ട്. അതിനൊക്കെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യണം. അതുപോലെ പലതും പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ആളുകൾക്ക് ഇങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളതാണ് തീർച്ചയായിട്ടും. അപ്പോ അവർ കമന്റ് ചെയ്യും, അതിനെക്കുറിച്ച് പറയാം ഇൻഷാല്ലാ. ഖിലാഫത്തിനെ കുറിച്ച് നമുക്ക് നമ്മുടെ വിഷയം എപ്പോഴും ഇസ്ലാമിക ചരിത്രമാണ്. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നമുക്ക് കൂടുതൽ ഇത് സ്വാഭാവികമായ ഒരു ട്രെൻഡിങ് ഒരു സബ്ജക്റ്റ് ആയിട്ട് താങ്കൾ അവതരിപ്പിച്ചു. ഏതായാലും അൽഹംദുലില്ലാ ഏറെക്കുറെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ബാക്കിയൊക്കെ കേട്ട കാര്യങ്ങളായിരിക്കും. അജ്ലൽ ഐന്, അജ്ലൽ ജബ്ഹത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ അതിൻ്റെ ആശയങ്ങളൊക്കെ സംവദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് മതി ഇൻഷാല്ലാ. വിശാലമായി എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള വിഷയങ്ങൾ അത് തന്നെ. ആദം നബി അലൈഹി സ്വലാം മുതൽ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം അടക്കം വളരെ സിമ്പിൾ ആയിട്ട് മുഹമ്മദ് നബിയിലേക്ക് എത്തുന്നതും, അത് കഴിഞ്ഞ് ഉസ്താദ് പറഞ്ഞ പോലെ റാഷിദിയ ഖിലാഫത്ത്, അമവിയത്ത് കാലിഫറ്റ്, ഉമയ്യത്ത്, ഫാത്തിമത്ത് സൽത്തനറ്റ്, സൽജൂക്കികള്, മംലൂക്കികള്, കിൽജികള്, കുർദി, അയ്യൂബി, പിന്നെ ഓട്ടോമൻ എംപയർ, ഇങ്ങനെ ഇന്നത്തെ ഇസ്ലാം ഇവിടെ ഇന്ത്യയിലെ ചലനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട്, ആഗോള സംഘടനകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ വീഡിയോയില് നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈർ നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, സന്തോഷം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത യാത്ര എവിടേക്കാണ്? തുർക്കിയിലേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. ജനുവരി ആദ്യ വാരങ്ങളിലായിട്ട് തുർക്കിയിലേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. സാബി ഉണ്ടല്ലോ, ഒന്നിച്ച് നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ലീവ് എടുത്ത് ഇൻഷാ അല്ലാഹ് ജനുവരി 10 ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഏകദേശം തുർക്കിയിൽ ആ യാത്രയിൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാ അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ്.